മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗ് SDPI ഡീൽ വ്യക്തമായെന്ന് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. SDPI സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിനു പിന്നിൽ UDFും മതസംഘടനകളാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതിന് പിന്നാലെയാണ് കെ സുരേന്ദ്രൻ വിഷയത്തിൽ പ്രതികരിച്ചത്. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. SDPIയെ മത്സരിപ്പിച്ചതിന് പിന്നിൽ എന്നാണ് അല്ലേ? അപ്പോൾ അതല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമായല്ലോ. ജനങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് ശരിയായ നിലയിൽ ബോധ്യമായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണ്ടെന്നാണ്. മഞ്ചേശ്വരം MLA പറഞ്ഞത് SDPIക്കാരെ ചെരുപ്പൂരി അടിക്കണമെന്നാണ്. അതായത് ഞങ്ങൾക്ക് SDPIക്കാരുടെ വോട്ട് വേണ്ട, SDPIക്കാരുടെ മുഖത്ത് ചെരുപ്പൂരി അടിക്കണം എന്ന് പറഞ്ഞ അതേ പാർട്ടികൾ, മുന്നണികൾ എല്ലാ മതസംഘടനകളെയും ഉപയോഗിച്ച് SDPIയെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറായി. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം. കേരളം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, UDF കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ മുന്നണികൾ കൈകാര്യം ചെയ്യുന്നത് ഒരു മതനിരപേക്ഷ രാഷ്ട്രീയം എന്നാണ് പറയുന്നത്. ഇതാണോ മതനിരപേക്ഷ രാഷ്ട്രീയം? സംസ്ഥാനത്തെ എല്ലാ പാർട്ടികൾ മാത്രമല്ല എല്ലാ മതസംഘടനകളും തെരഞ്ഞെടുപ്പുമായിട്ടോ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത എല്ലാ മതസംഘടനകളും മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥി പിൻവലിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുന്നണി വ്യത്യാസമില്ലാതെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മതേതരത്വമാണ് കേരളം ചർച്ച ചെയ്യുന്ന ശരിയായ മതേതരത്വം എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഏതെല്ലാം ശക്തികൾ ഒരുമിച്ച് നിന്നാലും ഈ മഞ്ചേശ്വരത്തെ സാധാരണ ജനങ്ങളുടെ പിന്തുണയോടുകൂടി വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. SDPIയെ സമ്മർദ്ദത്തിലാക്കിയോ അല്ലെങ്കിൽ വശീകരിച്ചോ പിൻവലിച്ചവർ കരുതണ്ട, ഇത്തവണ മുസ്ലിം ഒരു സമുദായത്തിൽ നിന്ന്, മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് നല്ല നിലയിലുള്ള പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് യാതൊരു SDPIയെ പിൻവലിപ്പിച്ചു, UDF ജയിച്ചു എന്നുള്ള ഒരു ധാരണയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ധാരണ ഏപ്രിൽ 9 തിരുത്തപ്പെടും. മെയ് 4 പെട്ടി പൊളിക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ ബൂത്തുകളിലടക്കം NDA ശക്തമായിട്ട് മുന്നേറും. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മഞ്ചേശ്വരത്ത് ഞങ്ങളെ പരാജയപ്പെടുത്താൻ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല LDFൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ പരാജയപ്പെട്ടത് വിരലിലെണ്ണാവുന്ന വോട്ടിനാണ്. അതുകൊണ്ട് ഇതൊരു പുതിയ സംഭവമായിട്ട് നിങ്ങൾ ആരും കണക്കാക്കേണ്ട. SDPIയിൽ ആര് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിലും വലിയ ഭൂരിപക്ഷത്തിൽ, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിലൊന്നായ ഭൂരിപക്ഷത്തിൽ NDA ഇത്തവണ ജയിക്കും. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. 4 പെട്ടി പൊളിക്കുമ്പോൾ ഞാൻ ലീഗുകാരെയും ഇടതുപക്ഷക്കാരെയൊക്കെ ക്ഷണിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. ഇത്രയും ഭയന്നോടിയൊരു കാലം ഉണ്ടായിട്ടില്ല. ജനവികാരത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല, ജനവിശ്വാസം ആർജിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അതിനെ നേരിടാൻ ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. നല്ല കാര്യം. ഞങ്ങൾ ആരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല, ആരോടും മത്സരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ശരിയായ നിലപാടെടുത്ത് ജനങ്ങളെ കണ്ട് മുമ്പോട്ട് പോവുക. ഈ താങ്കളിപ്പോൾ സൂചിപ്പിച്ചു കുറഞ്ഞ വോട്ടുകൾക്കാണ് ഇതിന് മുമ്പ് ജയിച്ചതെന്നുള്ളത്. SDPI മത്സരിക്കുകയായിരുന്നെങ്കിൽ അത് സ്വാഭാവികമായിട്ടും താങ്കൾ ഗുണം ചെയ്യാൻ. അങ്ങനെയല്ല ഫൈസലെ, എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് SDPIയെ മത്സരിപ്പിച്ച് അത് കഴിഞ്ഞ ഉടനെ പിൻവലിപ്പിച്ച് ഇതിനൊന്നും ഒരു പ്രതികരണവും ജനങ്ങൾക്കിടയിൽ ഉണ്ടാവില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല. ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ, നല്ല സംഖ്യയിലുള്ള ഭൂരിപക്ഷം ഇവിടെ മുസ്ലിം സഹോദരന്മാരാണ്. അവരെല്ലാവരും ഇത്തരത്തിലുള്ള സമ്മർദ്ദതന്ത്രങ്ങളും നീചമായ വർഗീയ ചേരിതിരിവും ആഗ്രഹിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ധാരണ ഉണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് കോൺഗ്രസിനും ലീഗിനും ഉള്ളത്. മുസ്ലിം സമുദായം ഇവർ പറയുന്നത് കേട്ടിട്ട്, UDFൻ്റെ നേതാക്കന്മാരും മതസംഘടനകളും പറയുന്നത് കേട്ട് മാത്രം
തുള്ളുന്നവരല്ല എന്ന് ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഈ മതസംഘടനകളാണ് ഈ പിൻവലിക്കുന്നതിന് പിന്നിൽ. അല്ല, പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതെല്ലാവരും അറിയുന്നല്ലേ. സതീശന് എന്തെങ്കിലും ഒരു നാണവും മാനവും ഉണ്ടെങ്കിൽ മഞ്ചേശ്വരത്ത് BJP ജയിക്കും, അതുകൊണ്ട് SDPI പിന്തുണ പിൻവലിക്കണമെന്ന് പിൻവാതിലൂടെ പോയി പറയാൻ അദ്ദേഹത്തിന് എങ്ങനെയാണ് കഴിഞ്ഞത്? പരസ്യമായിട്ട് പറയട്ടെ, മഞ്ചേശ്വരത്ത് SDPIയുടെ പിന്തുണ വേണ്ട. സതീശൻ മുഖ്യമന്ത്രി കുപ്പായിട്ടിരിക്കുന്ന ആളല്ലേ. VD സതീശന് നട്ടലുണ്ടെങ്കിൽ, നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ആർജവമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നേരത്തെ തിണ്ണ നിറങ്ങില്ല എന്ന് പറഞ്ഞു, എല്ലാ തിണ്ണയും നിറങ്ങി. ഇപ്പോൾ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു. അത് പറയാൻ ധൈര്യമുണ്ടോ? മഞ്ചേശ്വരം ഈ ഒരു മണ്ഡലത്തിൻ്റെ പ്രത്യേകമായിട്ട് ഞാൻ ചോദിക്കുകയാണ്.